ഭയങ്കര ചൂടാ, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം കേട്ടാ. ഈ വീട്ടിലെ പണി മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടെങ്ങനെ ചെയ്യണം നിങ്ങൾ കാണുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്തൂടെ? ഞാൻ ഒന്ന് തറ തുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് തൂത്തൊക്കെ ആദ്യമേ ഇട്ടൂടെ? തുണി അലക്കി വെച്ചേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വിരിച്ചിടാം. എന്തെങ്കിലും ഒരു സഹായം. ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും കറിയൊക്കെ വെക്കുകയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് അരിഞ്ഞെങ്കിലും തന്നൂടെ ചേട്ടനെ? ഒറ്റയ്ക്ക് ഈ പണി മുഴുവൻ എടുത്തിട്ട് നടു റിയാലായിട്ട് ചേട്ടാ. ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യത വേണം ചേട്ടാ, അത് മറന്നു പോകണ്ട പ്രാവശ്യം. എടി, ഈ വീട്ടിലെ ഒരു മാസത്തെ വരുമാനം എത്രയാണ്? വരുമാനം ഒരു 10-20,000 രൂപ വരില്ലേ? ഒരു കാര്യം ചെയ്, നാളെ ഒരു 10,000 രൂപ നീ ഇട്, ഞാൻ ഒരു 10,000 രൂപ ഇടാം. തുല്യത എന്ന് പറയുമ്പോ പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്? ഓ, അത് നിങ്ങളുടെ കടമയാണ്. കേക്കല്ലേ? കടമ. സത്തമ്മ. അത് കേക്കില്ല, കടമയാണ്. ആ, അതാണ് പറഞ്ഞത്. ഇത് പൈസയിലാക്കുന്ന എന്റെ കടമയാണെങ്കിൽ നീ ചെയ്തോണ്ടിരിക്കുന്ന നിന്റെ കടമയാണ്. ഓ, ആയിക്കോട്ടെ. ഉമ്മ വന്ന് അങ്ങ് തുല്യത എന്നും പറഞ്ഞോണ്ട് വന്ന് നിൽക്കുകയാണ്. നേരം വെളിച്ചാകുമ്പോ തൊട്ട് ഈ കണക്ക് ബുക്കും എടുത്ത് ഇന്നാ പോരാ. കണക്കെഴുതും. പിന്നെ അനിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിന്റെ നൂലുകെട്ട് ക്ഷണിക്കാൻ. നമുക്ക് നൂലുകെട്ടിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? എടി, നൂല് കെട്ടാനുള്ള കൊച്ചിന് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്ത് കൊടുക്കാം? നിങ്ങളുടെ കൊലസ്റ്റ് വർത്താനും ഈ ഓഞ്ഞ ചിരിയും ഇതൊക്കെ തന്നെ മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുള്ളൂ. കാര്യം മറക്കാൻ പാടില്ല മറ്റു കാര്യങ്ങളൊന്നും. നമ്മുടെ കൊച്ചിന് അവനൊരു വള കൊടുത്തിട്ടുണ്ട്. അതാ കുഴപ്പം. ഒരു വളരെ പേരിൽ ഇത് 4ാമത്തെ കൊച്ചിന്റെ നൂല് കെട്ട് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പലിശയും സഹിതം അവൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു നമ്പറാണ് അവ ഈ 4 എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ അവന്റെ മിടുക്കത്. ഈ മനസ്സ് വെച്ച അവളെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം. എനിക്ക് മനുഷ്യന്മാരുടെ മുമ്പിൽ നാണം കെടാൻ പറ്റാത്തോണ്ടാ. അനിയനും ആണ്. എടി, എനിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ട്. മോതിരെങ്കിലും കൊടുക്കണമെന്നാ ഞാൻ പറഞ്ഞേ. കൊടുക്കാന്ന് പറഞ്ഞാൽ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാണ്? നിനക്കറിയാല്ല, ഇവിടുത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ കണ്ണീര് പോലെയാണ്. ഒരു സ്ഥലത്ത് നിന്നേ വരുള്ളൂ. പക്ഷെ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർപ്പ് പോലെയാണ്. ഏതൊക്കെ സൈഡ് വഴി ഒലിച്ചിറങ്ങി പോണത് ദൈവത്തിന് മാത്രമേ. ഈ ആഡംബരവും ദൂർത്തൊക്കെ ശകലം കുറയ്ക്കണം. ഞാൻ കാണുന്നുണ്ട്. ഞാൻ കാണാതെ നീ മറ്റേ മൊബൈൽ ആപ്പിൽ കയറി ഡ്രസ്സൊക്കെ നോക്കണ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നോക്കണ ആപ്പില് ഡ്രസ്സെങ്കിലും ഉണ്ട്. നിങ്ങൾ നോക്കണ ആപ്പിലോ? അറിയിപ്പിക്കരുത്. കൊള്ളാല്ല, ഇതെല്ലാം പഠിച്ചു വെച്ചൊക്കെയാണ്. അപ്പോഴപ്പറ്റി ഇങ്ങനെ തട്ടയാണ് എടുത്ത്. നീ നിനക്ക് വല്ല ട്യൂഷൻ ഉണ്ടോ? എന്തിന്? അല്ല, ഇങ്ങനെ തർക്കുത്തരം പറയാൻ വേണ്ടിട്ട്. ഉണ്ടെന്ന് വെച്ചോ. എല്ലാത്തിനും ഒരു മുടന്ത ന്യായം പറയും. പറയും. നേരത്തോടെ വരികയാണെങ്കിൽ ഞാൻ വിചാരിച്ചതാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, ഗാനമേളക്കെങ്കിലും ഒന്ന് പോവാന്ന്. എടി, അതൊക്കെ നമ്മൾ ടിവിയിലുണ്ട്. TV ഇട്ട് കഴിഞ്ഞാ നീ എന്തിനാണ് അവിടെ ചെന്ന് കാണുന്നത്? ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊക്കെ പോകരുത്. ചുമ്മാ സമയം കളഞ്ഞ് ഉറക്കം ഒഴിഞ്ഞു വെക്കണ്ടേ. നീ ആ ഫിക്സ്ഡ് കറി ശാല ഒഴിക്കും. ഫിക്സ്ഡ് കറി? എന്തുട്ട് ഫിക്സ്ഡ് കറി? ഈ കറിയാണ് നീ ഇവിടെ സ്ഥിരം ഉണ്ടാക്കണം. ഇതിന് ഞാൻ ഇട്ടിക്കുന്ന പേരാണ് ഫിക്സ്ഡ് കറി. മനസ്സിലായ? സ്വഭാവം ഈ നിലയ്ക്കാണെങ്കിൽ നാളെ തൊട്ട് ഈ കറി ഉണ്ടാവില്ല. മനസ്സിലാക്കിക്കോ. ഞാനൊന്ന് ഒരുങ്ങി കെട്ടി പോയി കഴിഞ്ഞാൽ 4 ചെക്കന്മാരെന്നെ നോക്കും. നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടല്ലേ? ചേടാ, പയ്യന്മാർ നിന്നെ നോക്കണേന് എനിക്ക് കുഴപ്പമില്ല. നീ അവരെ നോക്കണേലാണ് എനിക്ക് കുഴപ്പം. ആവശ്യം പറഞ്ഞു സ്വഭാവം. നീ അപ്പൂപ്പ ആഹാരം കഴിച്ചായിരുന്നു? അപ്പൂപ്പൻ നേരത്തെ കഴിച്ച് കിടന്നായിരുന്നു. അപ്പൂപ്പൻ ആഹാരം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൂപ്പന് കൊളസ്ട്രോൾ കൂടുതലാണെന്ന് ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പിന്നെ പൊരിച്ച മീൻ പ്രത്യേകിച്ച് കൊടുക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ അപ്പൂപ്പൻ ഇപ്പൊ പൊരിച്ച മീൻ കഴിക്കാറില്ല. നന്നായി. നേരെ അടുക്കളയിലേക്ക് പോവും. ആ ചട്ടിന്ന് പൊരിച്ച മീൻ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കും. എന്നിട്ട് ആ പൊരിച്ച മീനിന്റെ എണ്ണയില്ലേ, ആ എണ്ണയില് ആ ചട്ടിയില് ചോറിട്ട് വിരവി തിന്നലാണുള്ള പണി. എന്തോന്ന് എവിടെ ഒരു അനക്കം? ആടാ അത്? അയ്യോ, ടോർച്ച് എടുക്കാണ്ട് പോകണോ? ടോർച്ചിൽ ബാറ്ററി ഇല്ല, അവിടെ ഇരിക്കട്ടെ. ആടാ അത്? അയ്യോ, ആടാ അത്? എടാ, ആരെന്നെ? ആടാ. ചേച്ചി, അപ്പുറത്ത് മെഗാ ഷോ നടക്കുന്നില്ലേ അമ്പലത്തില്? ആ മെഗാ ഷോ നടക്കുന്നതിൽ ടൈറ്റിൽ വേഷം ചെയ്യുന്ന ആളാണ് ബ്രിട്ടീഷുകാരന്റെ വേഷം. അത് പൊളിഞ്ഞ് അവരെല്ലാരും കൂടെ കയറി കമ്മറ്റിക്കാരെല്ലാം മുതുവ് ഉളക്കി അടിച്ചു. അടി പേടിച്ചാണ് ഞാൻ ഓടി വന്നത്. ശ്വാസം കൊടുക്കണോ? എനിക്കറിയത്തില്ല. എന്റെ ചേട്ടാ അനക്കല്ലാതെ കിടക്കണ. വെള്ളം എടുത്തേ. ഓടി വന്ന് നാക്കുണങ്ങുന്നു. എന്റെ ചേട്ടാ, ചേട്ടാ ഒന്നുമില്ല. വെള്ളം ഉണ്ടാക്കല്ലേ. കമ്മറ്റിക്കാർ വരുന്നുണ്ട്. അവിടെ ഞാൻ മെഗാ ഷോയ്ക്ക് വന്നതാണ്. ടൈറ്റിലിനകത്ത് ഞാൻ ബ്രിട്ടീഷുകാരന്റെ വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പൊളിഞ്ഞ് നാട്ടുകാരെല്ലാം കയറി വിറയിക്കൊണ്ടിരിക്കുക. കമ്മറ്റിക്കാർ ആദ്യം ഒരു അടിയെ പുറത്തടിച്ചു. അപ്പോഴേ ഞാൻ വിട്ട് ചേട്ടാ, എന്നെ രക്ഷിക്കാതെ ഒരു അഭയം തരണം പ്ലീസ്.
പോട്ടെ ടെൻഷൻ അടിക്കണ വാ. നീ എവിടെ ഇരി, ഞാൻ കസഞ്ഞിട്ട് ഇരി ടെൻഷൻ അടിക്കണ്ട കേട്ടാ. ഇതെന്താ സംഭവം എങ്ങനെ ഇത് സംഭവം എന്ന് പറഞ്ഞാല് ഇരി ടെൻഷൻ വേണ്ട. വരത്തില്ലല്ലോ. എടേ നീ വന്നു കയറിക്കുന്ന ആരെ വീടാന്നറിയാം? ആരുടെ വീടാ? വിജയന്റെ വീടാണ്. മനസ്സിലായില്ലേ? ഇവിടെ കയറി ഒരു കമ്മിറ്റിക്കാരൻ നിന്നൊക്കെ എടുത്ത് കൈ വെക്കണമെങ്കിൽ വിജയന്റെ ശവത്തിൽ ചവിട്ടിയിട്ടേ വെക്കത്തുള്ളൂ. അയ്യോ, അപ്പൊ ശവത്തി ചവിട്ടി എന്നെ കൈ വെക്കുവോ? ഇപ്പൊ ആരടാ ഇവൻ? ഈ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ മെഗാ ഷോയിലൊക്കെ ടൈറ്റില്ല. പിന്നെ മെഗാ ഷോയിലൊക്കെ മൊത്തം ടൈറ്റിലാണ്. അരമണിക്കൂർ ടൈറ്റിൽ തന്നെ കാണിക്കും. അതെങ്ങനെ സംഭവം? അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്റ്റോറി ബോർഡാണ്. ഞങ്ങൾ കാണിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയും ബ്രിട്ടീഷ് ഉണ്ടല്ലോ, ബ്രിട്ടീഷുകാർ തമ്മിലുള്ള യുദ്ധമാണ്. ബ്രിട്ടീഷുകാർ വന്ന് ഇന്ത്യ പിടിച്ചടക്കുന്നതിനുള്ള യുദ്ധമാണ്. പിന്നെ എങ്ങനെ പൊളിയാതിരിക്കും? ഇന്ത്യയിൽ വന്ന് ഇന്ത്യ പൊളിക്കാൻ നോക്കി കഴിഞ്ഞാൽ അല്ല ചേട്ടാ, ഇരി ടെൻഷൻ വേണ്ട കേട്ടോ. നീയേ എല്ലാം കഴിച്ചായിരുന്നു? വേണ്ട, കഴിച്ചില്ല, വിശപ്പില്ല. എന്താ? 4 ഡയലോഗ് ഞാൻ വിഴുങ്ങി, അപ്പൊ അതുകൊണ്ട് വലിയ വിശപ്പില്ല. അങ്ങനെയാണ് സംഭവം പൊളിഞ്ഞത്. അങ്ങനല്ല, പിന്നെ നീ ഇത്രയും ദൂരം ഓടി വന്നല്ലേ, അപ്പൊ എന്തെങ്കിലും വിശപ്പ് കാണും ചിലപ്പോ. അന്ന് തല എറിയുന്ന ഞങ്ങളുടെയൊക്കെ നാട്ടിൽ തല എറിഞ്ഞാ വിശപ്പുണ്ടെന്നാ. ഒരു കാര്യം ചെയ്യ്, കഴിക്കാൻ വല്ല ഇരിപ്പുണ്ടോ? ഇല്ലെങ്കിൽ വേണ്ട. ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കി തരട്ടെ? വേണമെന്നില്ല. അല്ല, ഉണ്ടാക്കും. ഒരു ഓംലെറ്റ് എടുക്കാം. എടുക്കട്ടെ, നീ ഉണ്ടാക്കി. ഇല്ല, നിർബന്ധമൊന്നുമില്ല. ചേച്ചി, കുരുമുളക് ഇടണേ, കുരുമുളക്. പണ്ടേ ബ്രിട്ടീഷുകാർക്ക് കുരുമുളകിന്റെ അടുത്ത് ചെറിയ താല്പര്യമുണ്ട്. ചേട്ടാ, വേണ്ട ചേച്ചി, വേണ്ട. അങ്ങനെ നമ്മളെ ഇന്ത്യക്കാരെ കുരുമുളക് വന്നിട്ടുണ്ട് കേട്ടാ. ചേട്ടാ, അപ്പം എടുക്കണ്ട, അത് എടുക്കട്ടെ? അതുണ്ടോ? എന്നാ അപ്പം കൊടു. ഇവന് സത്യം പറഞ്ഞാൽ കപ്പമാണ് കൊടുക്കേണ്ടത്. അതെ, അപ്പം കഴിക്കുമ്പോ നമ്മള് ബ്രിട്ടീഷുകാരെ ഓർക്കണം. അതെന്തിന്? ഈ അപ്പത്തിനകത്ത് ഈസ്റ്റ് ഉണ്ടല്ലോ. ഈസ്റ്റ് ഉണ്ട്. അതിന് ഈസ്റ്റ് അവരുടെ അല്ലേ? ബ്രിട്ടീഷുകാരുടെ. അതെങ്ങനെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേട്ടിട്ടില്ലേ? എല്ലാം നിന്റെ മെഗാഷോ പൊളിഞ്ഞത് കേട്ടോ. അപ്പം ഇല്ലേ? അപ്പൊ ഇല്ലെങ്കിൽ പൊറോട്ട കഴിക്കുമല്ലേ? എന്തായാലും കുഴപ്പമില്ല. കഴിക്കും. ടെൻഷൻ വേണ്ട. പാഴ്സൽ മേടിച്ചു വെച്ചല്ലേ, ഞാൻ നോക്കിയില്ല. നിന്റെ വീട് എവിടെ? നിന്റെ പരിപാടി എങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ ചോദിച്ചത്. സ്ഥലം ചവറയാണ് സാർ. സ്ഥലം ചവറയിലാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ ഉണ്ടായിരുന്നു, നേരത്തെ മരിച്ചുപോയി. നിന്റെ അച്ഛൻ ഈ പരിപാടിയിലുണ്ടായിരുന്നു? പിന്നെ എങ്ങനെ മരിച്ചത്? അച്ഛനെ കവിത എഴുതി കൊടുത്താ മരിച്ചത്. കവിത എഴുതി കൊടുത്ത എങ്ങനെയാ മരിക്കുന്നത്? അതായത് വീടിനടുത്തുള്ള കവിതയ്ക്ക് വീടും പറമ്പ് എഴുതി കൊടുത്ത അമ്മയുടെ ആങ്ങളമാര് വന്ന് തല്ലി കൊല്ലത്തില്ലേ. നല്ല ഫാമിലി കേട്ടാ. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടിൽ പിന്നെ അമ്മയുണ്ട്, 2 പെങ്ങന്മാരുണ്ട്, കെട്ടിച്ചു വിട്ടു. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. തന്നെ? നീ കല്യാണം കഴിക്കല്ലേ? കല്യാണം കഴിക്കണം. ഇതിനകത്ത് ഈ പ്രോഗ്രാമിന് കിട്ടുന്ന പൈസ കൊണ്ടൊരു വീടൊക്കെ ഉണ്ടാക്കി സുരക്ഷിതമായിട്ട് ഒരു കല്യാണം കഴിക്കണം. അപ്പൊ ഈ ജന്മം കല്യാണം ഇല്ല. ചേട്ടാ പറയണത് വിഷമിക്കണ്ട കേട്ടോ, പുള്ളി തമാശ പറയുന്നത്. ഞങ്ങൾക്ക് ഈ കലാകാരന്മാരുടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ കഴിവും കാര്യങ്ങളൊക്കെ. അതിന് നീ സ്പോർട്സ്മാൻ അല്ലേ? അല്ല, നീ ഈ പരിപാടിക്കെന്ന് പറഞ്ഞിട്ട് ഓട്ടോ അല്ലേ നിന്റെ പരിപാടി? അതിന് നീ താങ്ക്സ് പറയണേ. അതെ, എത്ര പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ? 5 പരിപാടി ഉണ്ട്. അപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളേ? 25 കിലോമീറ്റർ ഓടി. അല്ല, ഈ അമ്പലത്തിൽ നിന്ന് എന്റെ വീട്ടിലോട്ട് 5 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ 5 പരിപാടി എന്ന് പറയുമ്പോൾ 5 5 25 കിലോമീറ്റർ ഓടി. നീ ഒരു കാര്യം ചെയ്യും, ഈ സീസണിൽ ഒരു 20 പരിപാടി കളിക്കണം. അതാകുമ്പോ 100 ഓടിയെന്ന് എനിക്ക് എല്ലായിടത്തും പറയാം. എന്തുവാ ചേട്ടാ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഈ കലാകാരന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് പാട്ടുകാരെന്ന് പറഞ്ഞ ജീവനാ. ഇങ്ങനെയാണ് ഞാൻ ഇത്ര കാലം കൊണ്ട് നോക്കി നടന്നിട്ടും ഒരു മൂളിപ്പാട്ട് പോലും ഈ മനുഷ്യൻ പാടിയിട്ടില്ല. സത്യം പറയാലോ, ഇപ്പൊ ഒരു പാട്ടുകാരൻ വന്ന് എന്നെ പ്രപ്പോസ് ചെയ്താലും ഞാൻ ഇറങ്ങി പോവും. താമസിക്കാനും കരളി തങ്ക കിനാവ് കൊണ്ടൊരു താജ്മഹലിന്റെ പണി കഴിഞ്ഞു. അല്ല, ഈ ഓമലാൾക്ക് താമസിക്കാനേ. ചേട്ടാ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ലേ ചേട്ടാ. അഭയം തരുന്ന വീട്ടിൽ ഞാൻ അണ്ടർ കഴി ഇടുക കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല കേട്ടോ. ടെൻഷൻ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെ, ഓക്കെ. നീയേ കഴിക്കോ? നീ നിന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടോ? വേറെ കൊള്ള, അവരൊക്കെ എങ്ങോട്ട് പോയെന്നാണ് ഞാൻ നോക്കുന്നത്. ഫോൺ ഇരിപ്പുണ്ടോ ചേട്ടാ, ഒന്നും വിളിക്കാൻ വേണ്ടി? എനിക്ക് നിന്നെ പോലും പരിചയമില്ല, പിന്നെ എങ്ങനെ ഞാൻ? അല്ല ചേട്ടാ, ഒരു സ്ത്രീ ഉണ്ട്, ഷാരി. അവൾ എവിടെ ചെന്ന് കയറിയോ എന്തോ. ആരാന്ന് പറഞ്ഞ? ഷാരി. വിളിക്ക്. നിക്കട്ടെ, ഈ ഫോൺ വിളിച്ചാ മതി. അതെന്താ? എനിക്ക് വയ്യ ഷാരിയുടെ പേരും പറഞ്ഞോണ്ട് ഈ വീട്ടിൽ കിടന്നാട്ടി ഉണ്ടാക്കാൻ. ഹലോ ഷാരി, എവിടെയാ? ടെക്സ്റ്റൈൽസിലോ? ഓക്കെ, സേഫാ.
ചാരി സേഫാ ആണോ? ഓടി ഒരു ടെക്സ്റ്റൈൽസ് എത്തി കയറി. അപ്പൊ അവിടെ ഇങ്ങനെ പ്രതിമകൾ നിന്നില്ലയോ, അതിന്റെ കൂട്ടത്തിൽ കയറി ഇങ്ങനെ നിന്ന്. പക്ഷേ വേറെ കുഴപ്പമുണ്ട്, എനിക്ക് വന്നാലേ പറയത്തുള്ളൂ. അല്ല ഞാൻ പ്രൊഫൈലായി അതെ അവിടെ കയറി ഇങ്ങനെ നിന്ന് അവിടെ പോയി വെള്ളം കുടിക്കട്ടെന്ന്. അതെ അവിടെ കയറി നിന്നപ്പോഴേ ഈ പ്രതിമയുടെ ഇടയ്ക്ക് ഇരിക്കുന്ന ഇയാൾ കണ്ടില്ല, കടയുടമയെ കൂട്ടിക്കൊണ്ട് പോയി. അപ്പൊ രാവിലെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ, അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ മറ്റോനെ ഒന്ന് വിളിക്കട്ടെ. പാവം മനുഷ്യനല്ലേ ഏട്ടാ, എന്തൊക്കെ എടാ സുധീറേ, പറയടാ എവിടാ സ്പോട്ട്, എത്ര കിലോമീറ്റർ ഉണ്ട്, അമ്പലത്തിന്റെ അടുത്തുനിന്ന് എത്ര കിലോമീറ്റർ, ഏത് വീട്ടില്? പെട്ട് നിൽക്കുകയാണ്. എനിക്കറിയാലോ നിന്റെ സീസൺ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കമില്ലല്ലോ, എവിടെന്നെങ്കിലും വന്ന് വലിച്ചെടുത്തോണ്ട് വരണ്ടേ ഞാൻ. എപ്പോഴും വരും, എപ്പോഴും വരും. നീ ലൊക്കേഷൻ എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരാം കേട്ടോ. ലൊക്കേഷൻ ഞാൻ പെട്ടെന്ന് വന്ന് രക്ഷപ്പെടുത്താം. ഓക്കെ 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 ഓക്കെ. അപ്പോഴേ എന്റെ കൂട്ടുകാരൻ വരും. കമ്മിറ്റിക്കാരാന്ന് തോന്നുന്നു. അത് ടെറസിന്റെ മുകളിൽ തേങ്ങ വീണാണ്. ഇങ്ങോട്ട് നമ്മളെ കൂടെ പേടിപ്പിക്കാൻ വേണ്ടി നീ ആ കൂട്ടുകാരൻ എവിടെ എത്തിയെന്ന് ചോദിച്ചു. അവൻ എപ്പോഴും വരും? അവൻ ഒരു 2-3 മണിക്കൂർ എടുക്കുമെന്നാ പറയുന്നത്. തന്നെ വേണ്ട കേട്ടാ. ടെൻഷൻ ഉണ്ടായിട്ടല്ല, പുറത്തൊന്ന് കിട്ടിയപ്പോഴത്തേക്ക്. അല്ലല്ല അതിന്റെ പേരിൽ ടെൻഷൻ വേണ്ട. നട്ടില് വളഞ്ഞിരിക്കാണ്. നീ അവൻ എവിടെ എത്തിയെന്ന് വിളിച്ചു ചോദിച്ചോക്ക്. ആ ചോദിച്ചു. ചേട്ടാ പണിയാവും. ഓ എടാ എവിടെ ആയിടാ? എടാ ഞാൻ വണ്ടി എടുത്തേ ഉള്ളൂടാ, നീ കൂടെ കിടന്ന് വിളിക്കല്ലേ. എടാ എത്ര സമയം എടുക്കും? ഇപ്പൊ വരും കേട്ടാ. ഇപ്പൊന്ന് പറഞ്ഞാ ഒരു 3-4 മണിക്കൂർ എടുക്കും. 3-4 മണിക്കൂർ? എന്തോന്നാ ഒരു കട്ടൻ ചായ എടുത്തടി. സോറി, ഒരു കട്ടൻ ചായ. എന്നാലും ആ ഫീലിലങ്ങ് കുഴപ്പമില്ല. ടെൻഷൻ വേണ്ട. നിനക്ക് എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് എന്താന്നറിയോ, അഭയം തന്നെയല്ലേ, നിങ്ങൾ സ്നേഹമുള്ളതാണ്. അതൊക്കെ പണ്ട് അങ്ങനെയല്ലേ. എടാ എന്റെ തറവാടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരുപാട് പേർക്ക് അഭയം കൊടുത്തിട്ട്. പിന്നല്ലാതെ അകത്തോട്ട് കട്ടൻ ചായ എടുക്കാൻ പോയണ്ട. ഒന്നുമില്ലാത്തവളടാ, ഒന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാ അച്ഛനും പെങ്ങളും സത്യം ദരിദ്രരാ. പെങ്ങളൊക്കെ ഞാനല്ലേ കെട്ടിച്ചു വിട്ടത്. ഞാൻ എന്നെ ഒരു അഭയം കൊടുത്തതല്ലേ സത്യം. നിങ്ങൾ ആർക്കാ അഭയം തന്നു? ആർക്കാ നിങ്ങൾ അഭയം കൊടുത്തെന്ന്? എനക്ക് അഭയം തന്നെ. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പെണ്ണ് ചോദിക്കാൻ വന്നപ്പോഴേ എന്റെ അച്ഛൻ 100 തവണ അങ്ങോട്ട് ചോദിച്ചല്ലേ, സ്ത്രീധനം വേണോ നിങ്ങളോട് ചോദിച്ചാണ്. ചോദിച്ച സമയത്ത് ഇയാൾ പറഞ്ഞു എനിക്ക് 10 പൈസ സ്ത്രീധനം വേണ്ട, പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടിട്ടാണ്, അതിനെ മാത്രം തന്നാ മതിന്ന്. ഇയാൾക്ക് ഈ ജോറായിരുന്ന സമയത്ത് പറയിപ്പിക്കരുത്. ഒറ്റ പെണ്ണിനെ പോയി കിട്ടാണ്ടേ ഇയാളെന്റെ അച്ഛന്റെ കയ്യും കാലും ഞാൻ എന്നെ വാങ്ങിച്ചു കെട്ടരുത്. സ്വഭാവം മഹാചീത്തയാ. മാറിക്കോട്. ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾക്ക് സംസാരിച്ചു വിടുന്നു. അഭയം തന്നെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിന്റെ അച്ഛൻ ഒന്നുമില്ല. എന്റെ പെരിപ്പിളകി വരുന്നുണ്ട്, തമാശ കളിക്കുന്നുണ്ട്. തമാശ അതൊക്കെ സംസാരിച്ചില്ലെങ്കിൽ അവരിങ്ങോട്ട് കയറി വരും. അതുകൊണ്ട് എവിടെ പെരുപ്പായിരുന്നു നീ പറയണ? ആടോ ഞങ്ങളൊന്നും ഇല്ലാത്തവരെന്നെ. എന്റെ അച്ഛന് സമ്പത്തും ഇല്ല. ഞാൻ ഇത്രയും നാള് കഷ്ടപ്പെട്ട് എനിക്ക് അഭയം തന്നല്ലോ. ഇനി തന്റെ അഭയം എനിക്ക് വേണ്ട. ഞാൻ ഇറങ്ങി പോവാൻ പോവാ. എനിക്ക് തന്റെ മക്കളുടെ ആവശ്യമില്ല. ഞാൻ പോവുകയും ചെയ്യും. അങ്ങനെ വെറുതെ ഇറങ്ങി പോകാൻ പറ്റില്ല. നാട്ടുകാരെ 4 പേരെ വിളിച്ച് വർത്താനം പറഞ്ഞ് തീരുമാനം ഉണ്ടാക്കിയാലേ ഞാൻ അവിടുന്ന് പോവുള്ളൂ. അങ്ങനെ പോവരുത്. ആളെ കൊണ്ട് വല്ലാത്ത ശല്യമാണല്ലോ. അതുകൊണ്ടല്ല, നാട്ടുകാരെ വിളിക്കുമ്പോഴത്തേക്ക് കമ്മിറ്റിക്കാർ കയറി വരും, എന്റെ പുറമ്പുളൊക്കെ കിട്ടും. അതുകൊണ്ട് അവരെ വിളിച്ചു വരുത്തെന്ന് പറഞ്ഞ ഇയാളൊക്കെ കൂടെ ജീവിക്കണൊക്കെ വന്ന് പോണ തന്നെയാ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാതെ ഇങ്ങനെ ഈ ചെന്ന് കയറുന്ന സ്ഥലം എല്ലാം പൊളിയുവാണല്ലോ. അങ്ങനെ പറയല്ലേ, ഇങ്ങനെ പറയല്ലേ. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഞാൻ സമയത്ത് വന്ന് കയറാൻ നോക്കി. ചൂട് കാരണം വെളിയിൽ ഇറങ്ങി ഇരുന്നതാണ്. എന്ത് ചെയ്യാനാകെ പറ്റിപ്പോണ്ടായിരുന്നു വിളിച്ചു കേട്ടാ. ഇപ്പൊ പ്രശ്നം ഉണ്ടായാണ്ട. നീ വന്നേ, നീ വന്നേ. എനിക്ക് എന്തിനാണ് എന്റെ ജീവിതം തന്നെ മതിയായി. ഇനി ബാഗ് തുണി മടക്കി എനിക്ക് എന്തിനാ ഞാൻ എന്റെ വീട്ടിൽ പോകാൻ പോവാ. ചേച്ചി ഒരു സെക്കൻഡ്, കയ്യെ പിടിക്കുന്നുണ്ടൊന്നും വിചാരിക്കരുത്. ചേച്ചി ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൊക്കെ. ചേട്ടാ കൈ തന്നെ ഇങ്ങോട്ട് വെച്ച ഇത്രയേ ഉള്ളു. ഇനി മുഖത്തോട് മുഖം സംസാരിച്ചു. അതൊക്കെ സംസാരിക്കണം കേട്ടോ, അല്ലെ കമ്മിറ്റിക്കാർ കയറി വരും. നിങ്ങൾ സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പോവോ? അപ്പോ എനിക്കും കൂടി നിന്റെ വീട്ടിലൊരു അഭയം തന്നാ മതി. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇത്രയുള്ളൂ. പിന്നെ ഞങ്ങള് ഒരു പിണക്കം കഴിഞ്ഞാലേ പെട്ടെന്ന് ഉറങ്ങാൻ കിടക്കും. അതൊക്കെ നല്ലതാണ്. എന്നാ പിന്നെ ഉറങ്ങിയട്ടെ. അല്ല ഇനിയിപ്പോ മറ്റം വരെ എത്ര താമസിക്കും? നേരം എടുക്കും. എനിക്ക് രാവിലെ പണിക്കും പോകണം. സാർ പോയി ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അത് പിന്നെ മോശമല്ലേ, പിന്നെ അമ്മമാരാറ്റ കയറി വരികയാണെങ്കിൽ
ചായപ്പൊന്നും ഇല്ല സാർ. ചായപ്പിന്റെ കാര്യം പറഞ്ഞാൽ ഇതാണെങ്കിൽ സത്യം പറഞ്ഞാൽ 2 മുറിയേ ഉള്ളൂ. 2 മുറിയുണ്ടോ? ഒരു മുറിയിലാണെങ്കിൽ ഞാനും ഇവളും പിള്ളേരും അതിനകത്ത് കിടക്കും. കിടന്നു. ഒരു മുറിയിലാണെങ്കിൽ അപ്പൂപ്പൻ കിടക്കുന്നു. കുഴപ്പമില്ലേട്ടാ, അപ്പൂപ്പന്റെ കൂടെ കിടന്നോട്ടെ. ആ. അപ്പൂപ്പൻ മരുന്ന് കഴിച്ച് നേരം വൈകിയല്ലേ എണീക്കുള്ളൂ. ഞാൻ ഇവിടെ തന്നെ കിടക്കായിരുന്നു, പക്ഷെ കമ്മിറ്റിക്കാർ നീ അകത്ത് കിടന്നോ? നീ അകത്ത് കിടന്നു. കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ചെന്ന്. സത്യം പറയാൻ നിങ്ങളെ മറക്കത്തില്ല. ശരി എന്നാ. വാ, ചെല്ല്, ചെല്ല്. ചെന്ന് കിടന്നു. പാവല്ലേ? നിങ്ങൾ എന്തൊക്കെയാ ഈ വഴി കൂടെ കയറി വന്ന ആൾക്കാരോട് എന്നെ പറ്റി പറയണേ? എടി അതിപ്പം നമ്മള് സ്വാഭാവികം പറഞ്ഞു നീ ഒന്നും ഇറങ്ങി പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി പോവും. അയ്യാ! 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 ആരാണത്? അയ്യോ! എന്താടാ? ഞാനങ്ങോട്ട് ചെന്ന് നിന്ന് എന്നെ ആട്ടിമൂടി മൊത്തം ഇങ്ങനെ നോക്കി, എന്നിട്ടെടുത്ത് ചവരലോട്ട് നിർത്തി ഇടി തുടങ്ങി. അയ്യോ, നിലവിളിക്കാൻ പോലും സമയം കിട്ടിയില്ല. എന്താ കേട്ടോ? ആരാണ് സംഭവം എന്താണെന്നറിയോ? ഒരു അബദ്ധം പറ്റി. എന്താ? അപ്പം സ്വാതന്ത്ര്യ സമര സേനാനിയായി. സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മുമ്പേ ഒരു ബ്രിട്ടീഷുകാരൻ ചെന്ന് കയറിയാ പിന്നെ നിന്നെ ഇടിക്കാതിരിക്കോളാം. ഇതിലും ഭേദം ആ കമ്മിറ്റിക്കാരുടെ ഇടിയായിരുന്നു.